ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് 25 lakhs ആണ് അമൃതയിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്. സുരേഷ് ഗോപി ചേട്ടൻ്റെ സ്വന്തം ഫണ്ടിൽ നിന്നാണ്. അത് പാർട്ടിയും പൊളിറ്റിക്സും ഒന്നുമില്ല, സ്വന്തം ഫണ്ടിൽ നിന്ന് തന്നെയാണ് എടുത്ത് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. അപ്പോൾ സുരേഷ് ചേട്ടന് ഒരു വലിയ താങ്ക് യു, ലോട്ട്സ് ഓഫ് ലവ്. അത് അമൃതയിൽ നിന്ന് തന്നെയാണ് ഞാൻ ചെയ്തത്, പുള്ളിക്കാരൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെയായിരുന്നു. ഈ മണിച്ചിത്രത്താഴ് ഞാൻ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ചേട്ടൻ്റെ ഒരു മൂവിയും കൂടെ ആയതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ എന്താ പറയുക, എൻ്റെ സർജറിയുടെ തന്നെ ഒരു വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയാൻ, എൻ്റെ ഫുൾ എക്സ്പെൻസ് എടുത്ത് തന്നെ സുരേഷ് ഗോപി ചേട്ടൻ്റെ സ്വന്തം ഫണ്ടിൽ നിന്നാണ്. അത് പാർട്ടിയും പൊളിറ്റിക്സും ഒന്നുമില്ല, സ്വന്തം ഫണ്ടിൽ നിന്ന് തന്നെയാണ് എടുത്ത് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. അപ്പോൾ സുരേഷ് ചേട്ടന് ഒരു വലിയ താങ്ക് യു, ലോട്ട്സ് ഓഫ് ലവ്. അത് അമൃതയിൽ നിന്ന് തന്നെയാണ് ഞാൻ ചെയ്തത്, പുള്ളിക്കാരൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല മനുഷ്യരുടെ ഈ പഴയ മൂവീസൊക്കെ കാണുക എന്ന് പറയുന്നത്, അത് അതിൽ ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് ആണ് എനിക്കുള്ളത്. ലോട്ട്സ് ഓഫ് ലവ്, ലോട്ട്സ് ഓഫ് ലവ്. എല്ലാവരും വന്ന് കാണുക, അത്രയും നല്ല വൈബാണ്, പോസിറ്റീവ് വൈബാണ്. സ്റ്റേ ഹാപ്പി. കഴിഞ്ഞ ദിവസം സുരേഷ് വിളിക്കുക, അങ്ങനെ എന്തെങ്കിലും ഇത് ഈ സർജറി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ത്രൂ വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഹാപ്പിയാണ്. ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും അല്ല ആൾക്കാർ, അവരുടെ പേഴ്സണലി അറിഞ്ഞു കഴിഞ്ഞാൽ അവരെത്രത്തോളം വലുതാണെന്ന് അറിയത്തുള്ളൂ. പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് 25 lakhs ആണ് അമൃതയിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ എന്ത് ഹെൽത്ത് ഇഷ്യൂസ്, സർജറീസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഈ വലിയ മനുഷ്യനോട് ഒരുപാട് താങ്ക് യു, ലോട്ട്സ് ഓഫ് ലവ്. കമ്മ്യൂണിറ്റി ത്രൂ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഇനിയും ഒരുപാട് പേർക്ക് അതൊരു വലിയൊരു സപ്പോർട്ടീവ് സിസ്റ്റം ആവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ തവണ ഓണത്തിനോ അങ്ങനെ എന്തോ അമ്മയുടെ ഓഫീസിൽ വെച്ചിട്ട്, അതെ, അവിടെ വെച്ചാണ് സുരേഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. വിഷു അല്ലല്ലോ, കേരളപ്പിറവിക്ക്. അപ്പോൾ അന്നാണ് സുരേഷ് ചേട്ടനെ ഞാൻ ഡയറക്റ്റ് കാണുന്നത്. അപ്പോൾ അന്നാണ് ഈ പറയുന്ന അവരായിട്ടൊക്കെ കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഫൈനലി എൻ്റെയും നടന്നു. ഇനിയും ഒരുപാട് പേരുടെ നടക്കുന്നുണ്ട്. അതായത് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ലിസ്റ്റുണ്ട്. അപ്പോൾ അത്രയും വലിയ സർജറികളിൽ ഒരു സർജറി എൻ്റെയും കൂടെ ആയിരുന്നു. ഇനിയും ഒരുപാട് പേർക്ക് അത് ഹെൽപ്പ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹെൽത്തൊക്കെ ഓക്കെയാണ്, ഫുള്ളി റിക്കവേർഡായി, ഇപ്പോൾ ഫുൾ സ്ട്രോങ്. താങ്ക് യു. ഉദ്ദേശിച്ചത് അതിപ്പോൾ സാധ്യമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്, ആ മുഹൂർത്തത്തിനെ കുറിച്ച് എന്താണ് പറയുക? അതിപ്പോൾ എന്താ പറയുക, അതിപ്പോൾ നമ്മളുടെ ഓരോരോ ലൈഫ് ഓരോരോ ഘട്ടങ്ങളിലൂടെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് 30s ഞാൻ ഹിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ബാക്കിയെല്ലാം ലൈഫ് ഒരുവിധം സെറ്റായി. ഇപ്പോൾ ഫിസിക്കലി മെൻ്റലി എല്ലാ രീതിയിലും സെറ്റായി. പിന്നെ ഇവർ രണ്ടുപേരും അപ്പുറം എപ്പോഴും സപ്പോർട്ടിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് തന്നെ ധാരാളം. ഫാമിലി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ശരി, എൻ്റെ എല്ലാ ഓൾ അപ്സൈഡ് ഡൗൺസിലും മമ്മീൻ്റെ അടി എപ്പോഴും കൂടെ ഉണ്ട്. ഞാനും അവരുടെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീക്കും ഞാൻ നാട്ടിലോട്ട് വരും. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ബാംഗ്ലൂർ ഞാൻ HR ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് ഫുള്ള് മീഡിയയിലോട്ടാണ്. ഇപ്പോൾ മോഡലിംഗ് സജീവമായിട്ടിരിക്കുന്നു. ഇപ്പോൾ 2 ബൊട്ടീക്കിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. അപ്പോൾ അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നു അല്ലെങ്കിൽ സർജറി ചെയ്യുന്നു എന്ന് ഫാമിലിയോട് പറഞ്ഞപ്പോൾ അവരുടെ ഒരു എന്തായിരുന്നു? ശരി, ത്രൂ ഔട്ട് മമ്മിയും ഡാഡിയും സപ്പോർട്ടീവ് ആണ് എന്നും, അന്നും ഇന്നും എന്നും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്നുള്ളത് എനിക്കൊന്ന് ചെറുപ്പം പോലെ അവർ തരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും മനസ്സറിഞ്ഞ് കൊടുക്കണം. ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് തിരിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുള്ളൂ. പിന്നെ പേഴ്സണൽ സ്പേസ് എല്ലാവർക്കും വേണം. അപ്പം അങ്ങനെ എല്ലാം ഈസി ആയിട്ട് തന്നെ പോയി. പക്ഷേ ഒരുപാട് വേദനകൾ ഇതിനെ സഹിക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചിലപ്പോൾ ചെയ്ത ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവാം. പക്ഷേ നമുക്ക് എന്തൊരു പേടി മനസ്സിലുണ്ടോ ശരിക്കും ഇപ്പോൾ? ഇല്ല, പേടിയല്ല. അതിപ്പോൾ നമുക്കൊരു നമ്മുടെ ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങൾ പേടിച്ച് നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ അത് സന്തോഷത്തോടെ അത് എന്താ പറയുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ സംഭവം. എപ്പോഴും ഈ ട്രാൻസിൻ്റെ നേരിടുന്നൊരു വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ അവരുടെ അംഗീകരിക്കാൻ പറ്റുക വെച്ചാൽ ബാക്കിയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരുപാട് സ്ഥലത്ത് പേരൊക്കെ വിളിച്ച് പറഞ്ഞ് അവർ പിന്നെയും ചൂഷണം ചെയ്യുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിവി സർജറി കഴിഞ്ഞു, ഇപ്പോൾ ടോട്ടലി ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു വുമൺ ആയി എന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ ശരിക്കും? അതിപ്പോൾ വെല്ലുവിളിയായിട്ട് തോന്നുന്നവർക്കേ അത് വലിയ പ്രശ്നമായിട്ട് തോന്നുള്ളൂ. ബേസിക്കലി ഇപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പട്ടികളെ കുരക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കണ്ട് പേടിക്കാൻ തന്നതിന് അതിലല്ലേ നേരമുള്ളത്. ഞാൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, എനിക്ക് നല്ല ലൈഫുണ്ട്, നല്ല ഫാമിലി ഉണ്ട്, നല്ല പ്രൊഫഷനുണ്ട്, അത് തന്നെ ധാരാളം. പിന്നെ ഇതൊന്നും എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല.
പിന്നെ ഞാൻ എന്തിനു മേടിക്കണം, നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു, സ്വയം അധ്വാനിച്ച് തന്നെ പോകുന്നത്. കമന്റുകൾ കാണാറുണ്ടോ ശരിക്കും? നോക്കാറില്ല, അത് നോക്കാറേ ഇല്ല. കമന്റ് വരുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഇടാവുന്ന ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. അത് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം എന്നും പറഞ്ഞ് നമ്മൾ പ്രതികരിക്കാൻ പോയിക്കാൻ അതിനേ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ അത് കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ഇപ്പം ഞാനത് കണ്ടൊരു ടാക്ടിക്സാണ് നെഗറ്റീവ് പോപ്പുലാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ടൈം എഫേർട്ട് ഇട്ട് എൻ്റെ വീഡിയോസിന് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും ഇടുവതേ പറയുള്ളൂ, എൻ്റെ വീഡിയോ കുറച്ചുകൂടെ റീച്ച് ആവും, അത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ പ്രൊഫൈൽ വിസിറ്റ്സ് വരട്ടെ, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞ ശേഷം പ്രപ്പോസലൊക്കെ വരുന്നുണ്ടോ? ആവശ്യത്തിന്, തൽക്കാലം നോക്കുന്നില്ല. അല്ല, ആൾക്കാരിപ്പോൾ ചോദിക്കല്ലോ എന്തൊക്കെയാണ്. അല്ല ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തേക്കുവാണ്. അപ്പോൾ ഇനി എന്താ പറയുക, പ്രൊഫഷനിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാം. ഒരു 2 കൊല്ലത്തേക്ക് അതൊന്നും നോക്കുന്നില്ല. അല്ല, ഫിലിമിലൊക്കെ എന്തെങ്കിലും നോക്കുന്നുണ്ട്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു മൂവി ചെയ്തായിരുന്നു, പിന്നെ ഒരു മൂവിയുടെ വോയിസ് ഡബിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചേക്കുവാണ്. നിവിയുടെ ജീവിതത്തിലെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഘട്ടം. ഇനി അടുത്തൊരു ആഗ്രഹം ഉണ്ടാവും, എന്തായിരിക്കും അത്? അടുത്തൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് ഒരു ഹാപ്പി മാരീഡ് ലൈഫ്. അത് എന്താ പറയുക, എനിക്കും വീട്ടുകാർക്കൊക്കെ തോന്നുന്ന ഒരു നല്ലൊരു വ്യക്തി, അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. പിന്നെ പറയുന്ന അതിൽ ജാതി മതം അതൊന്നും നോക്കുന്നില്ല. ഹാപ്പി ആയിട്ട് ഇരിക്കണം, അത്രയേ ഉള്ളൂ. അല്ല, ആരെങ്കിലും അങ്ങനെ സമീപിച്ചിട്ടുണ്ടോ? ഇല്ല, സമീപിച്ചിട്ടുണ്ടെങ്കിൽ സമീപിക്കുന്നുണ്ട് ഓഫ്കോഴ്സ്. ഇനി കുറച്ച് കാലത്തേക്ക് നോക്കുന്നില്ല, ഒരു 2 years ബ്രേക്ക് എടുത്തേക്കാണ്. ഇനി പ്രൊഫഷൻ ഫാമിലി അങ്ങനെയായിട്ട് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇങ്ങനെ നിവി ഇപ്പോൾ ഒരു സർജറി ഒക്കെ കഴിഞ്ഞു? ആദ്യം ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഇയാളുടെ ഇങ്ങനെ ബാംഗ്ലൂർ വെച്ചുള്ള ഇത് അറിഞ്ഞിട്ട് ഞാൻ കുറേ നാൾ കരച്ചിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കില്ലായിരുന്നു. അതൊരു ഇത് എന്താ പറയുക, ഒരു ബ്രേക്ക് എടുത്ത് അത് കഴിഞ്ഞ് ഇയാൾ തന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ നമ്മുടെ മോനെ കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഇത് എന്താ പറയുക, അതൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല ഫാമിലിക്ക് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ അത് നമ്മെ എങ്ങനെ കൺവേ ചെയ്യും. ചുമ്മാ പോയി എടുത്ത് പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ അത് എടുത്ത് പിടിച്ചതെന്നും പറഞ്ഞൊന്നും നടക്കില്ല. അതൊരു പ്രൊസീജിയറാണ്, ആ പ്രൊസീജിയറിൽ കൂടെ തന്നെ പോയി, അത്രേ ഉള്ളൂ. ഈ ഒറ്റപ്പെടുത്തലുകൾ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അതൊക്കെ വളരെ പഴയ കാലത്തെ ചോദ്യങ്ങളാണ്. അതിലൊന്നും ഒരു ഇതൊന്നുമില്ല. പ്രൊഫഷണലി ഇപ്പോൾ രഞ്ജുമാർ അങ്ങനെ ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വെൽ സെറ്റിൽഡ് ആണ്, നമ്മൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്, ഫിനാൻഷ്യലി നമുക്ക് എല്ലാ ഫ്രീഡം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും തോന്നുന്നു വെല്ലുവിളി അങ്ങനത്തെ ഒരു കുന്തവും ഇല്ല. നമ്മൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. പ്രൊഫഷനുണ്ടോ ധാരാളം, എഡ്യൂക്കേറ്റഡ് ആവുക. ഇനി വരാൻ പോകുന്ന തലമുറയോട് എനിക്കതേ പറയാനുള്ളത്, ആദ്യമേ പോയി ഒന്നിനും ചാടാതെ ആദ്യം തന്നെ പ്രൊഫഷനും നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആവുക, അതൊക്കെ തന്നെ ധാരാളം. അല്ല, ഇപ്പം നിവിൻ്റെ ഇത് കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം സർജറി ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവരോട് അന്നും ഇന്നും പറയുന്നതാണ്, എഡ്യൂക്കേറ്റഡ് ആവുക, നല്ലൊരു ജോബ് വാങ്ങുക, വെൽ സെറ്റിൽഡ് ആവുക, ഫിനാൻഷ്യലി നല്ല സെറ്റ് ആവുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളിത് ചെയ്യണ സമയത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കൂട്ടം ആൾക്കാർ എപ്പോഴും നിവിയെ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇപ്പോൾ സ്വീറ്റി അവരൊക്കെ അവരോടൊക്കെ എങ്ങനെയാണ് ശരിക്കും? സ്വീറ്റി മമ്മി എപ്പോഴും വൻ സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഇന്ന് വന്നാലേ, പക്ഷേ പുള്ളിക്കാരിയുടെ പാർട്ട്ണറായിട്ട് പുള്ളിക്കാരി ഇച്ചിരി ബിസിയാണ്. പക്ഷേ ഇപ്പോൾ നേരെ ഞങ്ങൾ പള്ളിയിലോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. ഒരുപാട് പേരില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ തന്നെ മതി. പിന്നെ എൻ്റെ ഫോളോവേഴ്സ് നല്ല സപ്പോർട്ടീവാണ്. അതിപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ സപ്പോർട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അതിനിയും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു, അത്ര. അപ്പോൾ ഞങ്ങൾ കല്യാണം പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് ചെക്കനെ കണ്ടുപിടിച്ചിട്ടില്ല. അതേപോലെ ഈ ഒരു സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയൊരു വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് അവർ തന്നെ സ്വന്തം പാരൻസ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവർക്കൊരു വലിയൊരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനാണ് ഈ ഒരു പാരൻസ്. ഓഫ് കോഴ്സ്. അപ്പോൾ അത്തരത്തിൽ പാരൻസിനോട് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ട്? നമ്മൾ വഴി തടസ്സമില്ലാണ്ട് പോട്ടെ എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഒരു വഴിയിലേക്ക് പോകുമ്പോഴത്തേക്കും കുന്ന് കയറിയിട്ട് ഒരു ഇറക്കം ഉണ്ടാകുമല്ലോ, ആ ഇറക്കത്തിനൊരു കയറ്റം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താഴ്ചയിലേക്ക് പോകാൻ പാടില്ല. അത് ഈ പറയുന്ന പോലെ തന്നെ ഈ പാരൻസ് എന്ന് പറയുന്നത് അത് നമ്മൊരു ഫാമിലി എന്താണെന്നുള്ള ആദ്യം അവർ മനസ്സിലാവുക. പാരൻസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള മക്കൾ മനസ്സിലാവുക, മക്കൾ എന്താണെന്നുള്ള പാരൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പഴയ തലമുറയൊക്കെ മാറിയില്ല, ഇപ്പോൾ 2024 ആയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് തലമുറയൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കും എന്നുള്ള 100% ഷുവറാണ്. അപ്പം അങ്ങനെ തന്നെ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എവരിവൺ.